മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ 3 കിലോമീറ്റർ അപ്പുറത്താണ് നടുറോഡിൽ ഒരു 49കാരി നെഞ്ചത്താക്രമിക്കാൻ വന്ന അതിക്രമിയെ ചെറുത്തതിന്റെ പേരിൽ മുടിക്ക് കുത്തിപ്പിടിച്ച് കരിങ്കൽ മതിലിൽ മുഖമുരച്ച് കീറിയ സംഭവം. കേസെടുക്കാൻ 3 നാൾ വൈകിയെന്ന കൊടിയ അനാസ്ഥയ്ക്കും അപ്പുറം സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന്റെ പെരുമ പേറുന്നവർ 10ാം നാൾ കഴിഞ്ഞും അക്രമിയെക്കുറിച്ചൊരു സൂചന പോലുമില്ലാതെ അന്തം വിട്ടു നിൽപ്പാണ്. നിയമസഭാ കയ്യാങ്കളിയിൽ വാച്ചാൻ വാർഡിന് ഒരു പൊട്ടലുമില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ അതേ കേരള പോലീസ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നിൽപ്പുണ്ട് കേരളത്തിന് മുന്നിൽ. പ്രതിപക്ഷ MLA-മാർക്കെതിരെ കൊടിയ അപരാധത്തിന് ജാമ്യമില്ലാ വകുപ്പും ഭരണപക്ഷ MLA-മാർക്കെതിരെ പഞ്ചസാര പാലുമുട്ടായ വകുപ്പുകളും ഏകപക്ഷീയമായി എടുത്തത് അങ്ങ് മേലാവിൽ നിന്ന് തിട്ടൂരമെന്ന പ്രതിപക്ഷം ഒന്നേ പറഞ്ഞതാണ്. ആ ഇരട്ട നീതി നയത്തിന്റെ മൂർധാവിലേൽക്കുന്ന പ്രഹരമാണ് ആ മെഡിക്കൽ രേഖ. കരിമ്പുകയുടെ കാളരാത്രികളിൽ കുറച്ച് പരമസാധു മനുഷ്യർ ശ്വാസം മുട്ടിപ്പടിഞ്ഞ ദിവസങ്ങളിൽ സഭയിലെ അസ്വാരസ്യങ്ങൾക്കൊടുവിൽ അടിയന്തര പ്രമേയങ്ങളെ ഒന്നൊന്നായി നടുത്തളത്തിൽ കഴുത്തറത്തിട്ട് അങ്ങേയറ്റത്തെ പ്രകോപനത്തിലുണ്ടായ സംഘർഷമാണ് അതിന്റെ തുടർച്ചയിൽ കേസെടുക്കലിന്റെ ജനാധിപത്യ വിരുദ്ധ മാതൃക കണ്ടതാണ് കേരളം. ചെങ്കോട്ടുകോണത്തൊരു 16കാരി നെഞ്ചിനും വയറ്റിനും പരിക്കേൽക്കും വിധം ആക്രമിക്കപ്പെട്ടതിന്റെ തുടർച്ചയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ അനസ്തേഷ്യ ബോധക്ഷയം മാറുന്നതിന് മുൻപേ ഒരു 32കാരി ലൈംഗിക വൈകൃതത്തിനിരയായെന്ന ക്രൂരതയുടെ പരമാവധിയിൽ അങ്ങ് തലസ്ഥാന നഗരിയിൽ ഒരു 49കാരിയുടെ നെഞ്ചിനു നേരെ നീളുന്ന ഒരു വൃത്തികെട്ട കൈപ്പത്തിയുടെ പേടിയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ പെരുക്കപ്പട്ടിക ചർച്ച ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ സഭ എന്തിന് സർക്കാരെ എന്ന പ്രതിപക്ഷ ചോദ്യം കേരളത്തിന്റെ മനസാക്ഷിയിൽ കാമ്പോടെ നിൽക്കുന്ന ദിവസങ്ങളാണ്. ആ ചോദ്യത്തിൽ തുടങ്ങിയ തർക്കത്തിൽ സഭ അകാലത്തിൽ പൊലിഞ്ഞു പിരിഞ്ഞിട്ടും KK രമ നൽകിയ പരാതികൾ സർക്കാർ വക ഫ്രീസറിൽ മരവിച്ചിരിപ്പാണ്. സൈബർ വെട്ടുകളിക്കൂട്ടത്തിന് പച്ചയ്ക്ക് തിന്നാനിട്ട് കൊടുത്ത MLA-ക്കെതിരായ പരാതിയിൽ മാനനഷ്ടമാണോ കോടതിയല്ലേ എന്നൊക്കെ ഇല്ലാത്ത സംശയത്തിൽ സൈബർ പോലീസിന് മാന്യമാണൊരുതരം മാഞ്ഞാളം കളി. സഭയിലുണ്ടായ അതിക്രമത്തിൽ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി ആകാശം കണ്ടാൽ പെറ്റുപെരുകില്ലെന്ന പേടിയിൽ പുസ്തകത്തിലൊളിപ്പിച്ച മയിൽപ്പീലി കണക്കെ വെളിച്ചം കാണാതെ എങ്ങനെ മ്യൂസിയം സ്റ്റേഷന്റെ റാക്കിലിരിപ്പാണ്. ഒരു സാമാജികന് ചേരാത്ത അങ്ങേയറ്റം അപക്വമായ പരിഹാസാക്ഷരങ്ങളിൽ സച്ചിൻ ദേവ് തുടക്കമിട്ട് പാർട്ടി സെക്രട്ടറി താമരപത്രം നൽകി അനുഗ്രഹിച്ച ആരോപണത്തിന് ആയുധമായ എക്സ്റേ പോലും വ്യാജമെങ്കിൽ പച്ചക്കള്ളങ്ങൾ നട്ടുനരിച്ച് മാമനങ്ങളാക്കുന്ന ആ പ്രൊപ്പഗണ്ട യന്ത്രം കൊണ്ട് യഥാർത്ഥ ഇടതുപക്ഷ ബോധ്യമുള്ളവർ പോലും അന്താളിക്കുന്നത് ഇങ്ങനെയാണ്. ഉച്ചവയിൽ കത്തിയാളൊന്ന് നട്ടുച്ച പോലും പാതിരാത്രിയാക്കിയ കള്ളപ്രചാരണത്തിന്റെ വക്താവ് ജോസഫ് ഗീബൽസെ, നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.